അങ്ങനെ പാരൻസിൻ്റെ നാട്ടിൽ നിന്നുള്ള വിസിറ്റും പെരുന്നാളുടെ ലീവും എല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഒരു ബാക്ക് ടു റൊട്ടീനിലേക്ക് വന്നിരിക്കുക കേട്ടോ. ബാക്ക് ടു റൊട്ടീനിലേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല, വരാനുള്ള എൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ആട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചൊരു സംഭവം എൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന്. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെക്ക് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി, 4 കിലോനോളം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കുന്നു കേട്ടോ. വെയിറ്റ് വെക്കാൻ നല്ല പണിയാണ്, പക്ഷേ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. കാരണം അസുബേബിയുടെ ഡെലിവറിക്ക് ശേഷം ഞാനൊരു 20 kg വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വയസ്സായതിന് ശേഷം കേട്ടോ ഞാൻ വെയിറ്റ് ലോസിനെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ കുറേ ഡയറ്റ്സ് ഒക്കെ ചെയ്തു നോക്കും. ഡയറ്റ്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു 5-6 കിലോ ഒക്കെ കുറയും, പിന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും കൂടും. അതാട്ടോ എൻ്റെ ഒരു നാച്ചർ ഉണ്ടായിരുന്നത്. സോ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാമെന്നാട്ടോ ഞാൻ നോക്കുന്നത്. ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഞാനിപ്പോൾ വെയിങ് മെഷീനിലത്തെ വെയിറ്റ് കണ്ടിട്ട് കിളി പോയി നിൽക്കുക കേട്ടോ. കാരണം ഒരു 3 മാസം മുന്നേ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒരു 5-6 കിലോ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 2 മാസം കൊണ്ട് 4 കിലോ നമ്മൾ കൂടിയിട്ടോ. കാരണം നമ്മളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ മാറി. പാരൻസ് ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നോർമൽ നമ്മൾ 2 നേരം ചോറൊക്കെ കഴിച്ച് അങ്ങനെ ഒരു 2 മാസമായപ്പോൾ ഏകദേശം ഒരു 4 കിലോന് തീരുമാനമായിട്ടോ. അപ്പം ഇനി എന്തായാലും ബാക്ക് ടു നമ്മളുടെ റൊട്ടീനിലേക്ക് പോകണം, ബാക്ക് ടു ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് ക്വാണ്ടിറ്റി കുറയ്ക്കുമായിരുന്നു. ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അങ്ങനെ ഒരു 6 മണിക്ക് ഡിന്നർ സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഡയറ്റ് ആയിരുന്നു കേട്ടോ എത്ര നാൾ ചെയ്തിരുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അസുബേബിയുടെ ഡെലിവറിക്ക് ശേഷം ഒരു 20 kg ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വയസ്സ്, അവന് 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറ്റും അതുപോലെ തന്നെ ചെറിയ വർക്കൗട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു 6-7 കിലോ കുറയും, പിന്നെ ഒരു മാസം വീണ്ടും നോർമൽ ലൈഫ് ആകുമ്പോൾ വീണ്ടും അത് കൂടും, കുറയും അങ്ങനെ ആയിട്ടാട്ടോ നിന്നിരുന്നത്. ഇൻഷാല്ലാ ഇനി എന്തായാലും ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് ഡയറ്റ്. ചെറിയ ഫുഡ് റെസിപ്പീസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ഫുഡ് റെസിപ്പീസ്, ഞാൻ ചെയ്യുന്ന ചില റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡയറ്റ് ഒന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് 1 വീക്ക് വരെ അങ്ങനെ നോക്കുക. പിന്നെ പതിയെ ഫുള്ളി ഡയറ്റിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യാന്നാട്ടോ വിചാരിക്കണത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമൽ നമ്മളിപ്പോ കഴിക്കുന്ന ഫുഡ് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാന്നാട്ടോ വിചാരിക്കുന്നത്. മോർണിംഗ് 10 to ഈവനിങ് 6 ആണ് ഞാൻ ടൈം ഇന്റർവെൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് 10 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് 6 നമ്മൾ ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡായിട്ടൊന്നും കഴിക്കില്ല, ലിക്വിഡായിട്ട് കുറച്ച് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കുക. അതാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ആണ്. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ആയിട്ട് ചായയിലിട്ട് കഴിക്കുക അങ്ങനത്തെ ഐറ്റംസ് ഒന്നല്ല. ഞാൻ നന്നായി പേസ്ട്രീസ് കഴിക്കും, അതുപോലെ തന്നെ മഫിൻസ്, കേക്ക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് മെയിൻ റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചോറ് കഴിക്കാതിരുന്നിട്ടോ അതുപോലെ തന്നെ വേറെ എന്ത് വേണമെങ്കിലും എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റും. ചിക്കൻ ആയാലും മട്ടൺ, ബീഫ് അതൊക്കെ നിർത്താൻ വേണ്ടി പറ്റും. പക്ഷെ ഈ ഒരു ഷുഗർ എനിക്ക് തീരെ നിർത്താൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോ ഏതായാലും ഞാൻ ബിസ്ക്കറ്റ്സ് ആയാലും അതുപോലെ തന്നെ കേക്ക്സ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് തിന്നും. സോ അതൊന്ന് കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. 1 മാസം 2 മാസമൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് പിടിക്കും. പിന്നെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കഴിക്കൂട്ടോ. അതാണ് മെയിൻ റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കേസിൽ എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് മെയിൻ റീസൺ. പിന്നെ ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ കോഫി ഇൻടേക്ക് കുറക്കാനാണ്. ഞാൻ 2 നേരം കോഫി കുടിക്കായിരുന്നു. ഇപ്പൊ ഒരു 2 മാസമായിട്ട് ഞാൻ നന്നായിട്ട് കോഫി അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ
ഒരു ടൈമാണ് കോഫി കുടിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഈവനിങ് ഞാൻ കോഫി നിർത്തിയേക്ക് കേട്ടോ. ഈവനിങ് കോഫി നിർത്തിയേക്ക്. ഇങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗിലത്തെ കോഫിയും കൂടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ കുറെ ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി വൈസ് ആയിട്ടുള്ള മോർണിംഗ് ഡ്രിങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിയ സീഡ് വാട്ടർ നല്ലതാന്ന് കേട്ടു. അപ്പോൾ ചിയ സീഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചിയ സീഡ് വാട്ടർ ആണ് ഇപ്പൊ ഞാൻ കുടിക്കാൻ പോകുന്നത് രാവിലെ. ഇപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ ചിയ സീഡ് വാട്ടർ കുടിക്കാൻ നോക്കുന്നത്. അപ്പോൾ ചിയ സീഡ് വാട്ടർ ഉണ്ടാക്കാം നമുക്ക്. സോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ചിയ സീഡ് ഇട്ടത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നതാണ്. നാട്ടിൽ ഇതിന് റേറ്റ് കുറവാന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇത് വാങ്ങാൻ. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോഴത്തെ ഷോപ്സിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ചിയ സീഡ്. 1 ടീസ്പൂൺ ചിയ സീഡ് 1 ഗ്ലാസ് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് കുടിക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഈ ഒരു ചിയ സീഡ് ഒരു 10 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കസ്കസ് പോലത്തെ ഒരു ടെക്സ്ചർ ആട്ടോ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് വരുന്നത്. നമ്മൾ ഡയറ്റ് പ്ലാൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റിയിലുള്ള മോർണിംഗ് ഡ്രിങ്ക്സ് ഒക്കെ കാണലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇൻഷാല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള മോർണിംഗ് ഡ്രിങ്ക്സ് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പീസ് ഇടാം. റിസൾട്ട് ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മളിന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവ് ഞാൻ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ ഞാൻ ഇപ്പോഴത്തെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാം. പിന്നെ ഹെൽത്തി റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സാധാരണ ഇത്രയും ദിവസം ഞാൻ ഈ ഒരു ഡയറ്റല്ലേ ഫോളോ ചെയ്തിരുന്നത്. പെട്ടെന്നൊരു ചേഞ്ച് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നോർമലി ഞാനൊരു 2 വെള്ളപ്പാട്ട കഴിക്കൽ. പക്ഷെ ഇന്ന് ഞാനത് കുറച്ചിട്ട് 1 വെള്ളപ്പാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അസുബേബിക്കും സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അവനക്കുള്ളതും എനിക്കുള്ളതും മാത്രമായിട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ കൂടുതലും ഈ ഡയറ്റ്സിലൊക്കെ നമ്മൾ കാണുന്നത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, പ്രോട്ടീനും ബാക്കി ഫൈബർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വരിക എന്നാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചോറ്, അതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അത് കുറച്ച് വന്നിട്ട് കൂടുതലായിട്ടും പ്രോട്ടീൻ അങ്ങനത്തെ കാര്യങ്ങൾ കൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതാ ഞാൻ ഇന്ന് മോർണിംഗിൽ കോഫി കുടിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയും ദിവസം 2 നേരം കോഫി കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്നാണ്ട് കോഫി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ പോലെ ആയിരിക്കും. ഈ ഒരു ഡയറ്റ് അത്രയും സ്ട്രിക്റ്റ് ആണെന്നൊക്കെ എനിക്ക് തോന്നുട്ടോ. അത് കാരണമാണ് ഞാൻ 1 നേരം കോഫി ആക്കുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് 1 വീക്കിന് ശേഷം പിന്നെ നമ്മൾക്ക് ആ 1 നേരത്തെ കോഫിയും കട്ട് ചെയ്യാം. അത്ര നമുക്കൊരു ചേഞ്ച് തോന്നില്ലല്ലോ. ഈ 2 നേരത്തെ കോഫി പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ചേഞ്ച് തോന്നില്ലല്ലോ. പിന്നെ ഇത് ബ്രൂ കോഫി കേട്ടോ. ഞാൻ നല്ല പതപ്പിച്ചിട്ട് നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുക. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് 2 നേരം ഞാനത് കഴിക്കുന്നത്. പിന്നെ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കടല കൊണ്ട് സാലഡ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവമല്ലേ ഈ കടല. അപ്പോൾ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഒരെണ്ണം കുറച്ചിട്ട് കുറച്ച് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ കടലൊക്കെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് സാലഡ് ആക്കിയിട്ട് കഴിക്കാം. ഇത് മാത്രം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡയറ്റിൽ ഈ കടലയും അതുപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ കറി ആയിട്ട് ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെമ്മീൻ കറി. അപ്പോൾ ചെമ്മീൻ കറിയാണ് ഇന്ന് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരാളും കൂടി ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം നല്ല ചെറിയുടെ സീസണാന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പം നല്ല മധുരമുള്ള ചെറീസ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചെറിയും അതുപോലെ തന്നെ ഗ്രേപ്സ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഫ്രൂട്ട്സ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും സോഡ പൗഡറിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ കൊടുന്ന അപ്പം തന്നെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്സ് ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഇടയിലൊക്കെ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ സ്നാക്കായിട്ട് കുറച്ച് ഫ്രൂട്ട്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ കുറച്ചധികം തന്നെ നമ്മൾ ഐക്കുറ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അതൊന്ന് കായം പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരാഴ്ചക്കുള്ള ഫിഷ് ഉണ്ട് ഇത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കായം പറ്റിയിട്ട് ഒരു ഫോയിൽ പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനുള്ളത് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ. അങ്ങനെയായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യൽ. അപ്പോൾ ഇതിലിതാ സാധാരണ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടിയിട്ട് ചെറുനാരങ്ങയുടെ നീരിലൊന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ കായം പറ്റുന്നത്. അപ്പോൾ ഈ മസാല ഒക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഫിഷിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് മസാല പറ്റി കൊടുക്കണമെങ്കിൽ മസാല പെട്ടെന്ന് പിടിക്കൂട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരാഴ്ചക്ക് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ലോ. ഞാനിതുപോലെ 3 ഫിഷൊക്കെ ഒരു ഫോയിലിൽ പൊതിഞ്ഞിട്ട്, നമ്മളിപ്പോൾ ആകെ 3 പേരുള്ളൂ, അപ്പോൾ 3 പേർക്കുള്ള ഫിഷ് ഒരു ദിവസത്തിനുള്ളത് ഫോയിലിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കാട്ടോ ചെയ്യാം. അങ്ങനെ ഒരാഴ്ചക്കുള്ള ഫിഷ് നമ്മൾ ഒരു ദിവസം തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണി അവിടെ ഇങ്ങനെ കഴിയുമല്ലോ. സോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടോ ഈ ഫുഡ് പ്രിപ്പറേഷൻസും ഫുഡ് മെനു ഓർഡർ ചെയ്യുന്നതും അത് വീക്ക്ലി മെനു പ്ലാൻസ് ചെയ്യുന്നതൊക്കെ. കാരണം നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത്, എന്താ എടുക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. ഓൾറെഡി നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം നല്ലതാട്ടോ. ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത്, നാളെ എന്താ ഉണ്ടാക്കേണ്ടത്, അതൊക്കെ നമ്മളൊന്ന് എഴുതി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പകുതി പണികൾ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. നമുക്ക് എന്താ കഴിക്കേണ്ടതെന്ന് അറിയാം. കുറേ ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യം വരില്ല, പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല. ഫുഡ് വേസ്റ്റ് ആവില്ല കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു പണി ഞാനിതാ ഇവിടെ തീർത്തേക്കാണ്. അപ്പോൾ ഇതാ 3 പാക്കറ്റ്സ് ആയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വീക്കിലി ഒരു 3-4 ദിവസമായിട്ടോ നമ്മൾ ഫിഷ് കഴിക്കുക. അതുപോലെ തന്നെ മീറ്റും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വെക്കലുണ്ട്. അങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കൽ. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെനു ആക്കണത് തന്നെ ആട്ടോ നമുക്ക് നല്ലത്. ഫിഷും മീറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾസും. ഇതിപ്പോൾ അതാ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നന്നായി ഡ്രൈ ചെയ്തിട്ട് ഞാനിതാ ബോക്സിലാക്കിയിട്ട് ഇതും ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മിഡ് സ്നാക്കായിട്ട് ഞാൻ കഴിച്ചത് ഇതിൽ നിന്ന് കുറച്ച് ചെറിയും കുറച്ച് ഗ്രേപ്സും ആയിരുന്നു. This is parrot. This is peacock. This is penguin. This is സ്വാൻ. swan. അസുബേബിക്ക് ഇപ്പോൾ 2.5 വയസ്സാട്ടോ ആവാൻ പോകുന്നത്. മാഷാ അല്ലാ, അവനക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു സമയമാണെന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു ടൈമാട്ടോ. എല്ലാതും അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കാരണം തന്നെ ഞാൻ ഒരുപാട് ബുക്സൊക്കെ അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കേട്ടോ. 6 months മുതൽ ഇവനക്ക് ഞാൻ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് ഞാൻ മുന്നുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആരോ എന്നോട് ഇവൻ്റെ ബുക്സിൻ്റെ കളക്ഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ. അത് ഒരുപാട് ബുക്സ് ഞാൻ ഇവനക്ക് വാങ്ങി കൊടുക്കലുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളുടെ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ കുറേ. അപ്പോൾ അതും ഇവനക്ക് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പം. ആൻഡ് നമ്മളിപ്പോൾ ഇതാ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് വെണ്ടക്ക കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ചോറും കറിയും, അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് വരുന്നത്. അപ്പോൾ ഡയറ്റിൽ ചോറ് പറ്റില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഫുള്ളായിട്ട് ചോറ് കട്ട് ഓഫ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത്രയും ദിവസം ഞാൻ ചോറ് കഴിച്ചിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ദിവസമായിട്ട് ചോറ് നിർത്തുന്നില്ല. പക്ഷെ ഇൻഷാ അല്ലാ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചോറ് കുറച്ച് കൊടുന്നിട്ട് ചോറ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ആഴ്ചയിൽ 1-2 ദിവസം ചോറ് കഴിക്കും. കാരണം നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്നവരാണ്. നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ കഴിക്കുന്ന ഒരു സംഭവമാണ് ചോറ് എന്ന് പറഞ്ഞത്. ചോറ് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതല്ല. അതിൽ ഫുള്ളായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഗ്ലൂക്കോസ് ആണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതൊരു ശീലമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ലഞ്ച് ഒക്കെ കഴിഞ്ഞു. ലഞ്ചിന് ഫിഷ് കറിയും അതുപോലെ തന്നെ വെണ്ടക്ക ഉപ്പേരിയും കുറച്ച് അച്ചാറാട്ടോ എടുത്തിരുന്നത്. അതായിരുന്നു ലഞ്ച്. പിന്നെ ഞാൻ എന്നും കഴിക്കുന്ന ചോറിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു ഹാഫ് ക്വാണ്ടിറ്റിയാണ് ഇന്ന് കഴിച്ചത്. പിന്നെ അതാ അതിനുശേഷം ഇയാൾക്കുള്ള ഫുഡ് കൊടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു മണിക്കൂർ ആ ടൈം കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ
വെള്ളം കുടിക്കേണ്ട കാര്യം നമ്മൾ മറന്നു പോകരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹാഫ് ആൻ അവർ ഇൻ്റർവെല്ലിൽ ഫോണിൽ അലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം കുറേ പണികൾ നമുക്ക് വീട്ടിലായാലും അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ സത്യത്തിൽ നമ്മൾ മറന്നു പോകുന്നതാട്ടോ ഈ വെള്ളം കുടിക്കേണ്ട കാര്യം. വെള്ളം ഒരു 2 ലിറ്ററെങ്കിലും ദിവസം കുടിക്കണം എന്നുള്ള ഒരു സംഭവം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനൊന്ന് നടക്കാൻ വേണ്ടി പോകട്ടോ. 2 മാസം മുന്നേ വരെ ഞാൻ ഡെയിലി നടന്നിരുന്നു. അതൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് മാക്സിമം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയുള്ള റോഡിൻ്റെ സൈഡിലൂടെ കേട്ടോ നടക്കുക. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നല്ല ചൂട് കൂടിയ കാരണം എത്ര ടൈം നമുക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഒരു കാണുന്ന റൗണ്ടാട്ടോ ഞാൻ റൗണ്ട് ചെയ്യൽ. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് ഒന്ന് സ്വെറ്റായിട്ടുണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നർ വരുന്നത് രാത്രി ഒരു 6 മണിക്ക് മുന്നേ കേട്ടോ. ഞാനൊരു വീറ്റിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോഫി, ഈവനിങ് കോഫി കട്ട് ഓഫ് ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈവനിങ് കോഫിക്ക് പകരം ഒരു ടീ ആട്ടോ എടുത്തത്. ഇതും ഷുഗർ ഇടാത്ത ടീ ആണ്. ഇതുപോലത്തെ ഒരു ടീ പാക്കിൽ വരുന്ന ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീസ് കുറേ അവൈലബിൾ ആണ്. അപ്പോൾ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചായനേക്കാളും കുറച്ചും കൂടി ഒരു ആ കടുപ്പം കുറവ് പോലെ എനിക്കിതിന് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് ടേസ്റ്റും ഉണ്ട്. അത് കാരണം ഇങ്ങനത്തെ വെറൈറ്റി ഫ്ലേവറുള്ള ടീസ് കഴിക്കാമെന്നാട്ടോ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഉപ്പയമ്മയും വന്നു പോയതിനു ശേഷം ഇവനക്ക് തുടങ്ങിയിട്ടുള്ളൊരു ഹാബിറ്റ് ആട്ടോ. നമ്മൾ അങ്ങാനും ചായയോ കാപ്പിയോ കുടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സ്പൂൺ എടുത്ത് വരും. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് ഈ ചായ ഇങ്ങനെ കോരി കുടിക്കും. കുട്ടികൾക്ക് എന്താണെന്നറിയില്ല, ചായയോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറേ പേര് കുട്ടികൾക്ക് ഇതുപോലെ ചായ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളാണെന്ന് കേട്ടിട്ടുണ്ട്. മിൽക്കൊന്നും കൊടുത്താൽ അവനിങ്ങനെ കഴിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് വന്നതിന് ശേഷം നമ്മൾ ഈവനിങ് ഒരു സലൂണ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെരുന്നാൾക്ക് ഇവൻ്റെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പെരുന്നാളിന് മുടി വെട്ടാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സലൂണിലും കുറച്ച് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, അതുവരെ നമ്മൾ ഒരു ഹെയർ സ്റ്റൈലിൽ അവനെ കണ്ടിട്ട് പെരുന്നാളിൻ്റെ അന്ന് പെട്ടെന്നൊന്ന് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചേഞ്ച് വരുമെന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാട്ടോ പെരുന്നാളിൻ്റെ ടൈമിൽ നമ്മൾ കട്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ നല്ലൊരു കുട്ടികളുടെ ഹെയർ സലൂൺ നമുക്ക് കിട്ടേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് അൽവർക്ക 1 ദുബായ് അൽവർക്ക 1 പപ്പ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണിനെ പറ്റി കേട്ട്. ഇവിടെ കുട്ടികളുടെ ഹെയർ സ്റ്റൈലിങ് നല്ല രസത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഇവർ നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ നല്ല രസത്തിൽ തന്നെ കേട്ടോ. ഈ ആള് ഇത് മലയാളി ഒരു പയ്യനാണ്. ആള് നല്ല രസത്തിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് തന്നോട്ടോ അവൻ്റെ ഹെയർ. അസുബേബിക്ക് എപ്പോഴും 1 സൈഡ് ഹെയർ കട്ടാണ് നമ്മൾ ചെയ്യല്. അപ്പോൾ ആ ഒരു 1 സൈഡിൽ തന്നെ കുറച്ച് ലൈനൊക്കെ ഇട്ട് നല്ല രസത്തിൽ ചെയ്തു തന്നു. പിന്നെ അവനും നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ സലൂൺസിൽ പോയിട്ട് നമ്മൾ ഇവൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ചെയ്തത് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു ഡേ ഉണ്ടായിരുന്നത്. എൻ്റെ ഓരോ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറയാലോ. നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഷാല്ല ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാം കേട്ടോ. ഈ ഡയറ്റിൽ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാല്ല എന്തായാലും ഞാൻ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഡയറ്റ് റെസിപ്പീസും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഓക്കെ, ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. Until then, take care. Bye bye.